15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആംബുലൻസ് യാത്ര നടത്തുന്നു. തിരുവനന്തപുരം ശ്രീചിത്രയിലേക്കാണ് കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്. രാവിലെ 10:30 മംഗലാപുരത്ത് നിന്ന് ആംബുലൻസ് പുറപ്പെട്ടു. ഈ ആംബുലൻസിന്റെ പ്രയാണം ജനങ്ങളിലെത്തിക്കാനായി സോഷ്യൽ മീഡിയയിൽ ലൈവായി പ്രചരിപ്പിക്കുന്നുണ്ട്. വഴിയിലുണ്ടാകാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ ഒഴിവാക്കാനും ജനങ്ങളുടെ സഹകരണം ലഭിക്കാനുമാണ് അധികൃതരുടെ ശ്രമം. ആംബുലൻസ് എത്രയും വേഗം ലക്ഷ്യസ്ഥാനത്തെത്താൻ എല്ലാവരും സഹകരിക്കണമെന്നും മുഖ്യ ഫേസ്ബുക്ക് പേജിലൂടെ മുഖ്യമന്ത്രിയും അഭ്യർത്ഥിച്ചു. ഇപ്പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും വിഷ്ണു പ്രസാദ് ചേരുന്നു. വിഷ്ണു, ഏതാണ്ട് 15 മണിക്കൂർ നീണ്ട യാത്ര മധ്യേ വിവിധ ചൈൽഡ് ലൈൻ പ്രൊട്ടക്ഷൻ ഉൾപ്പെടെയുള്ളവർ സഹായത്തിനായി നിൽക്കുന്നുണ്ട്. പ്രധാനമായും ഏതൊക്കെ പാതയിലൂടെയാണ് ആംബുലൻസ് കടന്നു പോകുന്നത്? ഏറ്റവും പുതിയ വിശദാംശങ്ങൾ നോക്കിയാൽ. ഇപ്പോൾ മിഷൻ ആരംഭിച്ച് ഏകദേശം 4.5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. 4.5 മണിക്കൂർ പിന്നിടുമ്പോൾ ഇപ്പോൾ അവർ എടപ്പാൾ ടൗൺ, മലപ്പുറം ജില്ലയിലെ എടപ്പാൾ ടൗൺ ആണ് ഇപ്പോൾ മറികടന്നിട്ടുള്ളത്. എടപ്പാൾ ടൗണിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാകേണ്ട ഒരു സ്ഥലമാണ് എടപ്പാൾ. എന്നാൽ അവിടെ യാതൊരു തരത്തിലുള്ള ട്രാഫിക് ബ്ലോക്കുകളും ഉണ്ടായിരുന്നില്ല. നിമിഷ നേരം കൊണ്ട് സ്പീഡ് കുറയ്ക്കുക പോലും ആവശ്യമുണ്ടായില്ല. വഴി വാഹനങ്ങൾ ഒതുക്കി യാത്രക്കാർ സഹകരിക്കുകയും അതുപോലെ തന്നെ ഡ്രൈവർമാരുൾപ്പെടെ, ടാക്സി ഡ്രൈവർമാരുൾപ്പെടെയുള്ളവർ വഴിയൊരുക്കി കൃത്യമായി ആംബുലൻസിന് തൃശൂർ ഭാഗത്തേക്കുള്ള പാത ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എടപ്പാൾ പിന്നിട്ട് ഇനി ഏകദേശം തൃശൂർ വരെ, അതായത് കേച്ചേരി വരെയുള്ള പ്രദേശം ഏറെക്കുറെ സുരക്ഷിതമാണ്. യാതൊരു തരത്തിലുള്ള ട്രാഫിക് ബ്ലോക്കുകളും ഉണ്ടായിരിക്കില്ല. വളരെ സുഗമമായ യാത്ര തന്നെയായിരിക്കും ഉണ്ടാവുക. തുടർന്ന് ഇനി തൃശൂർ ടൗൺ ഉൾപ്പെടെയുള്ള പ്രദേശമാണ് ഇനി ഏറെ ശ്രദ്ധിക്കേണ്ടതുള്ളത്. ഇനിയുള്ള ചെങ്ങരംകുളം കഴിഞ്ഞാൽ കുന്നംകുളം, പെരുമ്പിലാവ് കഴിഞ്ഞ് കുന്നംകുളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ്. പെരുമ്പിലാവിൽ നിന്നും തൃശൂർ ജില്ലയിലേക്ക് ആംബുലൻസ് പ്രവേശിക്കും. തുടർന്ന് കുന്നംകുളം വഴി കേച്ചേരി, തൃശൂർ വഴി നേരെ പാലിയേക്കര ടോൾ വരെയുള്ള റോഡാണ് പിന്നെയുള്ളത്. അതിനുശേഷം പിന്നീട് 4 വരി പാതയാണുള്ളത്. 4 വരി പാതയിൽ ഏകദേശം അങ്കമാലി, ചാലക്കുടി, അങ്കമാലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ 4 വരി പാതയാണ്. സുഗമമായ യാത്ര സാധ്യമാണ്. തുടർന്ന് ആലുവയിൽ എത്തുന്നതോടുകൂടിയാണ് വീണ്ടും കുറച്ച് ട്രാഫിക് ബ്ലോക്കുകൾക്കുള്ള സാധ്യതയുള്ളത്. എന്നാൽ ഇവിടെയും നാട്ടുകാരും പോലീസുകാരും ചേർന്ന വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ട തയ്യാറെടുപ്പുകളെല്ലാം തന്നെ നടത്തി കഴിഞ്ഞു. ഇനി ആംബുലൻസ് എത്തുന്ന സമയത്തിനോടനുബന്ധിച്ച് ആ ട്രാഫിക് ക്ലിയർ ചെയ്യും, പാത സുരക്ഷിതമാക്കി മാറ്റും. തുടർന്ന് ഇതിനുശേഷം ആലുവ കഴിഞ്ഞ് എടപ്പള്ളി, വൈറ്റില, കുണ്ടന്നൂർ വഴി ആലപ്പുഴ ജില്ലയിലേക്ക്, ചേർത്തല വഴി ആലപ്പുഴ ജില്ലയിലേക്കും, തുടർന്ന് കായംകുളം, കരുനാഗപ്പള്ളി വഴി കൊല്ലം, കൊല്ലത്ത് നിന്നും തിരുവനന്തപുരം എന്നിങ്ങനെയാണ് ഇപ്പോൾ റൂട്ടുള്ളത്. അതിൽ ആലപ്പുഴ ജില്ലയിൽ നിന്ന് രാഹുൽ ഗാന്ധി എത്തുന്നുണ്ട്. എറണാകുളം ജില്ലയിലെ ആലുവയിൽ നിന്ന് അമിത്ഷാ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം തന്നെ ഉള്ളത് കൊണ്ട് തന്നെ ട്രാഫിക് ബ്ലോക്കിനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പോലീസ് കൃത്യമായ ഈ ഒരു കാര്യത്തിൽ കൃത്യമായും ഇടപെടുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ആംബുലൻസിന്റെ പാതയിൽ ഉണ്ടാകരുത് എന്നുള്ള ഒരു നിശ്ചയം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വേണ്ട ഒരുക്കങ്ങളെല്ലാം തന്നെ നടത്തുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രിയും അതുപോലെ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. കൂടാതെ ഫേസ്ബുക്കിൽ ചൈൽഡ് പ്രൊട്ടക്ട് ടീം എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ തത്സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആംബുലൻസിന്റെ പാത ഉൾപ്പെടെയുള്ള വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 6000-ലധികം ആളുകൾ ഈ വീഡിയോ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ആംബുലൻസ് ഇപ്പോൾ എവിടെ എത്തി എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷിക്കുകയാണ്. അവർക്ക് വേണ്ടിയുള്ള നമ്മുടെ വിവരം ഇതാണ്. എടപ്പാൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനിയുള്ള തൃശൂർ ജില്ലയിലുള്ളവരും അവിടുന്ന് തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലുള്ളവരാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. ഇതുവരെയുള്ള വലിയ സഹകരണം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് വലിയൊരു ദൂരം ഇപ്പോൾ കുറഞ്ഞ 4.5 മണിക്കൂർ കൊണ്ട് പിന്നിടാൻ സാധിച്ചത്. 650 കിലോമീറ്ററിലധികം ദൂരമാണ് തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെയുള്ളത്. എന്നാൽ ഈ ദൂരം പിന്നിടാൻ ഏകദേശം 15 മണിക്കൂറിലധികം സമയം വേണ്ടി വരുമായിരുന്നു. ഇങ്ങനെ പിന്നിടുകയാണെങ്കിൽ കുട്ടിയെയും കൊണ്ടുള്ള ആംബുലൻസ് തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ എത്തുന്നത് രാത്രി 1 മണിയോടെയോ അല്ലെങ്കിൽ 2 മണിയോടെയോ ആയിരിക്കും. എന്നാൽ ഇപ്പോൾ ഈ ഒരു സ്ഥിതി, അല്ലെങ്കിൽ ഇപ്പോൾ പോകുന്ന പോലെ യാത്ര തുടരാൻ സാധിക്കുകയാണെങ്കിൽ 8 മണിയോട് അടുപ്പിച്ച് കുട്ടിയെയും കൊണ്ട് ആംബുലൻസിന് ശ്രീചിത്ര ആശുപത്രിയിൽ എത്താൻ സാധിക്കും. ഇതിന് വേണ്ടത് നാട്ടുകാരുടെ ഏറ്റവും വലിയ സഹകരണം വേണ്ടത് നാട്ടുകാരുടേതാണ്. നമ്മൾ ഒരുപാട് ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ഇപ്പോൾ ഒരു പുതിയൊരു വാർത്ത, ഇപ്പോൾ ഈ ഒരു ആംബുലൻസിന് മുന്നിൽ മറ്റൊരു ആംബുലൻസ് വഴിയൊരുക്കി കടന്നു പോകുന്നുണ്ട്. ആ ആംബുലൻസും ഇപ്പോൾ ഇവർക്ക് വേണ്ട
വേണ്ട സുരക്ഷ ഒരുക്കി അല്ലെങ്കിൽ വഴിയൊരുക്കി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി മറ്റൊരു ആംബുലൻസ് കൂടി ഇവരുടെ മുന്നിലുണ്ട്. എന്തായാലും നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇനിയുള്ള കുറച്ച് മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്. ഇപ്പോൾ സമയം 3 മണിയായിരിക്കുന്നു. ഇനി കയ്യിലുള്ളത് വെറും 5 മണിക്കൂർ മാത്രമാണ്. ഈ 5 മണിക്കൂർ കൊണ്ട് കുട്ടിയെ ശ്രീ ചിത്ര ആശുപത്രിയിൽ എത്തിക്കേണ്ടതുണ്ട്. എന്തായാലും ഒരു നാടൊന്നാകെ ഒന്നിച്ചൊരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചെടുക്കാൻ വേണ്ട ഒരു പ്രയത്നത്തിലാണ് പോലീസും മറ്റു സർക്കാർ സംവിധാനങ്ങളും ഇതോടൊപ്പം കൈകോർക്കുന്നുണ്ട്. ജനങ്ങൾ നേരിട്ട് തെരുവിലിറങ്ങി സ്വന്തം വാഹനങ്ങൾ മാറ്റാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. ഇതിനിടയിൽ ഒരു തവണ മാത്രമാണ് വാഹനം നിർത്തേണ്ടി വന്നത്. അത് ഏകദേശം വെട്ടിച്ചിറ, പുത്തനത്താണി ജില്ലയിലെ വെട്ടിച്ചിറ എന്ന് പറയുന്ന പ്രദേശത്ത് പെട്രോൾ നിറയ്ക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു. എന്തായാലും ഇപ്പോൾ ആംബുലൻസിന്റെ യാത്ര സുഗമമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ ആംബുലൻസിന് വേണ്ടി ഈ ഒരു ആംബുലൻസിന് വഴിയൊരുക്കുന്നതിന് വേണ്ടി മറ്റൊരു ആംബുലൻസ് അതിന്റെ മുന്നിൽ എസ്കോർട്ട് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാഫിക് ബ്ലോക്കുകളെല്ലാം തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് നസ്തയെ കരുതുന്നത്. വ്യക്തമാണ് വിഷ്ണു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, സോഷ്യൽ മീഡിയ വഴി വളരെ വലിയ സഹായങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങളും എന്തൊക്കെ നിർദ്ദേശങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത്? ഇതിനോടകം തന്നെ ഏകദേശം 21,000-ത്തിലധികം ആളുകൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞു. 21,000 ആളുകളിലൂടെ തന്നെ ഇത് നിരവധി പേരിലേക്ക് ഈ ഒരു സന്ദേശം എത്തുകയും തുടർന്ന് ആളുകൾ സ്വമേധയാ യാതൊരു ബാഹ്യ സമ്മർദ്ദവും ഇല്ലാതെ സ്വമേധയാ രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ചയാണുള്ളത്. എന്തായാലും ഇതോടുകൂടി ഇപ്പോൾ ഒരുപാട് പേർ ഈ ഒരു വരവ് അല്ലെങ്കിൽ ഈ ആംബുലൻസ് കടന്നു പോകുന്നത് പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിനും ഏറെക്കുറെ പണി അത്ര ബുദ്ധിമുട്ടില്ല. ആളുകൾ സ്വമേധയാ വാഹനം മാറ്റാൻ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്. കൂടാതെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലെത്തി അഭ്യർത്ഥിക്കുകയുണ്ടായി ജനങ്ങളോട് ഒരു ആംബുലൻസ് കടന്നു പോകുന്നുവെന്നും ഈ വിഷയത്തിന്റെ ഗൗരവം ഇന്നതാണെന്നും അതുകൊണ്ട് തന്നെ വേണ്ട വഴിയൊരുക്കണമെന്നും മുഖ്യമന്ത്രി നേരിട്ട് അഭ്യർത്ഥിച്ചു. കടകംപള്ളി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും ഈ ഒരു ആവശ്യം ഫേസ്ബുക്ക് വഴി സോഷ്യൽ മീഡിയ വഴി അറിയിക്കുകയാണ്. ഇപ്പോൾ ഓരോരുത്തരും വ്യക്തിപരമായ പേജിൽ അല്ലെങ്കിൽ സ്വന്തം അക്കൗണ്ടിലൂടെ തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ ഒരു ആംബുലൻസിന്റെ റൂട്ടിനെ കുറിച്ചുള്ള തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ ഒരു തടസ്സങ്ങളില്ലാതെ തന്നെ ഈ കുഞ്ഞിനെയും കൊണ്ട് നിശ്ചയിച്ച സമയത്ത് ശ്രീ ചിത്ര ആശുപത്രിയിൽ എത്തി കുഞ്ഞിന്റെ ആരോഗ്യം രക്ഷിച്ചെടുക്കാമെന്ന ഒരു പ്രതീക്ഷ ഇപ്പോഴും കേരളത്തിന് ഒന്നാകെയുണ്ട്. ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി അവർ ആ കുഞ്ഞിന്റെ ജീവന് വേണ്ടി തന്നെയാണ് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നറിയാം. വ്യക്തമാണ് വിഷ്ണു. കേരള ജനത ഒന്നായി കൈകോർത്ത് ഇത് 15 മാസം മാത്രമുള്ള കുട്ടിയുടെ ജീവനായി മുഖ്യമന്ത്രി, കടകംപള്ളി ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും കൃത്യസമയത്ത് തന്നെ എത്താൻ ചേരുമെന്നുള്ള വിശ്വാസത്തിലാണ് നാട്ടുകാരുൾപ്പെടെ. ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന സാക്ഷരതയും ഉന്നത വിദ്യാഭ്യാസ നേട്ടങ്ങളെയും പുകഴ്ത്തി രാഹുൽ ഗാന്ധി. കേരളം സ്നേഹത്തോടും സാഹോദര്യത്തോടുമുള്ള സംസ്ഥാനമെന്നും രാഹുൽ പറഞ്ഞു. കൊടിക്കുന്നിലിനെ വാഴ്ത്തിയ രാഹുൽ പ്രേമചന്ദ്രനെ പരിചയപ്പെടുത്തിയില്ല. നരേന്ദ്രമോദിയുടെ നയങ്ങളെ വിമർശിച്ച രാഹുൽ ഗാന്ധി കേരളത്തെ വാഴ്ത്തി. മതസൗഹാർദ്ദവും സാഹോദര്യവുമുള്ള കേരളം മികച്ചതാണെന്നും ഇവിടുത്തെ സാക്ഷരതയും വിദ്യാഭ്യാസ നേട്ടങ്ങളും പ്രശംസനീയമാണെന്നും അതും മറ്റുള്ള രാജ്യങ്ങൾക്കും മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയാണെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. I chose Kerala because you are a very, very good example of this philosophy. Your history of tolerance, your history of understanding different cultures, your history of being connected to the rest of the world, not with a inferiority, but with an openness, not with fear, but with confidence. UDF സ്ഥാനാർത്ഥിയായ കൊടിക്കുന്നിലിനെ ചേർത്തുപിടിച്ച് പ്രശംസിച്ച രാഹുൽ ഗാന്ധി പ്രേമചന്ദ്രനെ ആശംസിച്ചില്ല. ഒടുവിൽ മുല്ലപ്പള്ളി ഇടപെട്ടപ്പോഴും സ്വയം പരിചയപ്പെടുത്താൻ രാഹുൽ നിർദ്ദേശിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ത്രിപുരയിലെയും പശ്ചിമബംഗാളിലെയും ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധവുമായി CPIM രംഗത്തെത്തി. ത്രിപുരയിലും പശ്ചിമബംഗാളിലും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണെന്ന് CPIM ആരോപിച്ചു. വർഗീയത പറഞ്ഞും സൈന്യത്തിന്റെ പേരിലും വോട്ട് തേടുന്ന നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെ നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ വെസ്റ്റ് ത്രിപുരയിലും പശ്ചിമബംഗാളിലെ 2 മണ്ഡലങ്ങളിലുമാണ് വോട്ടെടുപ്പ് നടന്നത്. എന്നാൽ വോട്ടെടുപ്പിൽ വ്യാപക അട്ടിമറി നടന്നെന്ന് ചൂണ്ടിക്കാട്ടിയാണ് CPIM ദില്ലിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പല ബൂത്തുകളിലും അർദ്ധസൈനിക വിഭാഗത്തിന്റെ സുരക്ഷയോ CCTV ക്യാമറകളോ ഉണ്ടായിരുന്നില്ല. വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയും വോട്ട് ചെയ്യാനെത്തിയ പാർട്ടി പ്രവർത്തകരെ മർദ്ദിച്ച് തിരിച്ചയക്കുകയും ചെയ്തു. ഇതിനു പുറമെ ബൂത്ത് ഏജന്റുമാരെ പോളിംഗ് ബൂത്തിൽ പ്രവേശിക്കാനും സമ്മതിക്കാത്ത സാഹചര്യവും ഉണ്ടായി. അട്ടിമറി നടന്ന 464 ബൂത്തുകളിൽ റീപോളിംഗ് നടത്തണമെന്ന് CPIM ആവശ്യപ്പെട്ടു. പശ്ചിമബംഗാളിലും ത്രിപുരയിലും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണെന്നും CPIM जनरल सेक्रेटरी सीताराम येचूरी चूंटिकाटी. एक तरफ से इलेक्शन कमीशन खुद नारा देता है
कि हर इंसान को जिसका वोट का अधिकार है उस वोट का अधिकार का रक्षा हम करेंगे, और यहाँ पर खुलेआम उसी अधिकार का उल्लंघन हो रहा है तो कार्रवाई करिए आप। तो हम ये कह रहे हैं 464 बूथों में जो रिगिंग हुई वहाँ पर दोबारा റീപോൾ करवाइए। അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും യെച്ചൂരി ശക്തമായ ഭാഷയിൽ തന്നെ വിമർശിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിർദ്ദേശം ഉണ്ടായിട്ടും സൈന്യത്തിന്റെ പേരിൽ BJP വോട്ട് തേടുകയാണ്. സൈന്യത്തിന്റെ പേരിലും വർഗീയത പറഞ്ഞും വോട്ട് തേടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്കുമെതിരെ കമ്മീഷൻ നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണെന്നും സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് സീതാറാം യെച്ചൂരി ചോദിച്ചു. പോളിറ്റ് ബ്യൂറോ അംഗമായ നീലോൽപൽ ബസു, വെസ്റ്റ് ത്രിപുരയിലെ സിറ്റിംഗ് എംപിയും സ്ഥാനാർത്ഥിയുമായ ശ്യാമപ്രസാദ് ദത്ത എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്ത്രീത്വത്തെ അപമാനിച്ച് കോൺഗ്രസ് നേതാവ് കെ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പരസ്യം. സ്ത്രീകൾ കഴിവില്ലാത്തവരാണെന്ന പരസ്യത്തിന്റെ ഉള്ളടക്കം വിവാദമാകുന്നു. സമൂഹ മാധ്യമങ്ങളിൽ പരസ്യത്തിനെതിരെ വ്യാപക പ്രതിഷേധം. പരസ്യത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകുമെന്ന് LDF. പോകില്ല എന്ന പരസ്യത്തിന് ശേഷമാണ് കെ സുധാകരന്റെ വിവാദ പരസ്യം. സ്ത്രീകൾ കഴിവില്ലാത്തവരാണെന്ന് തെരഞ്ഞെടുപ്പ് പരസ്യം വിളിച്ചു പറയുന്നു. പുരുഷൻ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ സാധിക്കുമെന്നും LDF സ്ഥാനാർത്ഥി സ്ത്രീ ആയതുകൊണ്ടും PK ശ്രീമതി ടീച്ചർക്ക് സ്ത്രീ വോട്ടർമാർക്കിടയിലെ സ്വാധീനം കണ്ടുമാണ് സ്ത്രീ വിരുദ്ധ പരസ്യമെന്ന് MV ജയരാജൻ പറഞ്ഞു. ഓളെ ടീച്ചറാക്കിയിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. ഓൾ അവിടെ പോയാൽ ഒന്നും ചെയ്യില്ല. എന്നാൽ അവനാണെങ്കിൽ ആൺകുട്ടിയെപ്പോലെ ചെയ്യും. അവൻ ആൺകുട്ടിയാണ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ സ്ത്രീ പുരുഷ സമത്വം എന്ന ആധുനിക കാലത്തെ സങ്കല്പത്തെ സ്ത്രീ ഒന്നിനും കൊള്ളരുതാത്തവന ആളാണെന്നും പുരുഷൻ മാത്രമാണ് എല്ലാറ്റിനും നല്ലത് എന്നതുമായ ഒരു വേർതിരിവ് സൃഷ്ടിക്കുകയാണ് ഇവിടെ. സുധാകരനെതിരെ ഇലക്ഷൻ കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജയും പറഞ്ഞു. ഇത്രമാത്രം അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു പരസ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. മറ്റൊന്ന്, വ്യംഗ്യാർത്ഥത്തിൽ എതിർ സ്ഥാനാർത്ഥിയെ വളരെ പ്രകടമായിട്ട് ടീച്ചർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയാണ്. അവിടെ പാർലമെന്റിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ഇതിനകത്ത് ദുസ്സൂചന എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. വളരെ പ്രകടമായിട്ടുള്ള സ്ത്രീത്വത്തിനെതിരായിട്ടുള്ള നിന്ദയാണ്. ഈ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് തന്നെ, കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് അനുസരിച്ച് തന്നെ ഏറ്റവും തെറ്റായിട്ടുള്ള പരാമർശമാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യം കാണേണ്ടതായിട്ടുണ്ട്. ഇതിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. സുധാകരൻ മുമ്പും നിരവധി സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയിരുന്നു. മുഖ്യമന്ത്രി സ്ത്രീകളെക്കാൾ മോശമാണെന്ന പരാമർശം പിൻവലിച്ച് മാപ്പ് പറയേണ്ടി വന്നു. ആർത്തവം അശുദ്ധിയാണ് എന്ന സുധാകരന്റെ പ്രസ്താവനയും വിവാദമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. വിദ്വേഷ പ്രസംഗം നടത്തിയ നേതാക്കൾക്കെതിരായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയിൽ തൃപ്തി രേഖപ്പെടുത്തി സുപ്രീം കോടതി. കമ്മീഷൻ സ്വന്തം അധികാരങ്ങളിലേക്ക് ഉണർന്നതായി തോന്നുന്നുവെന്നും സുപ്രീം കോടതി നിരീക്ഷണം. പല അധികാരങ്ങളുമുണ്ടെന്ന് കണ്ടെത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. അതേസമയം പ്രചരണത്തിൽ വിലക്കേർപ്പെടുത്തിയ നടപടിക്കെതിരെ മായാവതി സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും അടിയന്തര ഇടപെടലിന് കോടതി വിസമ്മതിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സുപ്രീം കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരായി കമ്മീഷൻ നടപടി സ്വീകരിച്ചിരുന്നു. ഈ നടപടികളിലാണ് സുപ്രീം കോടതി തൃപ്തി രേഖപ്പെടുത്തിയത്. കമ്മീഷൻ സ്വന്തം അധികാരങ്ങളിലേക്ക് ഉണർന്നതായി തോന്നുന്നുവെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. വിദ്വേഷ പ്രസംഗങ്ങളിൽ നടപടി സ്വീകരിക്കുന്നതിൽ അധികാര പരിമിതികൾ ഉണ്ടെന്ന നിലപാട് മാറ്റിയ കമ്മീഷൻ പല അധികാരങ്ങളും ഉണ്ടെന്ന് കണ്ടെത്തിയതായി കോടതിയെ അറിയിച്ചു. കേസ് പരിഗണിക്കവേ വിലക്ക് ഏകപക്ഷീയമാണെന്നും വിഷയത്തിൽ ഉടൻ ഇടപെടൽ വേണമെന്നും BSP അധ്യക്ഷ മായാവതി ആവശ്യപ്പെട്ടു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരം ഉപയോഗിച്ചുള്ള നടപടിയിൽ ഇടപെടാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. ചട്ടലംഘനം നടത്തിയവർക്കെതിരെയാണ് നടപടി. അതിനാൽ ഇപ്പോൾ ഒരു ഉത്തരവിന്റെ ആവശ്യമില്ല. പ്രത്യേക അപേക്ഷ ഫയൽ ചെയ്താൽ ആവശ്യം അപ്പോൾ പരിഗണിക്കാമെന്നും കോടതി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിയും വരെ നടപടികൾ പരിശോധിക്കുന്നതിനായി വിരമിച്ച സുപ്രീം കോടതി ജഡ്ജ് അധ്യക്ഷനായ സമിതി രൂപീകരിക്കണമെന്നായിരുന്നു ഹർജി. ഹർജിക്കാരന് ആവശ്യമുള്ളപ്പോൾ കോടതിയെ സമീപിക്കാനും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അനുമതി നൽകി. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. മുസ്ലിം പള്ളികളിൽ ആരാധനയ്ക്ക് സ്ത്രീകൾക്കുള്ള വിലക്ക് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. കേന്ദ്ര സർക്കാർ, വഖഫ് ബോർഡ്, വ്യക്തി നിയമ ബോർഡ് തുടങ്ങിയവർക്കാണ് നോട്ടീസ് അയച്ചത്. ശബരിമല യുവതീ പ്രവേശന വിധി ഉള്ളതിനാലാണ് ഹർജി പരിഗണിക്കുന്നതെന്ന് കോടതി വ്യക്തമാക്കി. ഒരു വിഭാഗം മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് ആരാധന നടത്തുന്നതിനുള്ള വിലക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യത, ആരാധനാ സ്വാതന്ത്ര്യം എന്നിവയുടെ ലംഘനമാണോ എന്നാകും സുപ്രീം കോടതി പരിശോധിക്കുക. മഹാരാഷ്ട്ര സ്വദേശികളായ മുസ്ലിം ദമ്പതികൾ നൽകിയ ഹർജിയിൽ നോട്ടീസ് അയച്ച സുപ്രീം കോടതി വിശദമായ വാദം കേൾക്കാനും തീരുമാനിച്ചു. ശബരിമല കേസിലെയും ഹാജി അലി ദർഗ കേസിലെയും സ്ത്രീ പ്രവേശന ഉത്തരവിന്റെ സ്ഥിതി ചോദിച്ച കോടതിയോട് രണ്ടിടത്തും പ്രവേശനം സാധ്യമായതായി ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അറിയിച്ചു. വിലക്കിന് നിയമ പിൻബലമുണ്ടോ എന്നും കോടതി ചോദിച്ചു.
പള്ളി, ക്ഷേത്രം എന്നിവയ്ക്കെതിരെ ഭരണഘടനയുടെ 14-ാം അനുച്ഛേദ പ്രകാരമുള്ള തുല്യതയ്ക്കുള്ള അവകാശം ഉന്നയിക്കാനാകുമോ? മറ്റൊരാളുടെ വീട്ടിൽ കയറാൻ പോലീസ് സംരക്ഷണം ആവശ്യപ്പെടാനാകുമോ എന്നും കോടതി ചോദിച്ചു. സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് പൊതുവായ വിലക്ക് ഇല്ലെന്നും രണ്ടംഗ ബെഞ്ചിൽ അംഗമായ ജസ്റ്റിസ് അബ്ദുൾ നസീർ നിരീക്ഷിച്ചു. ശബരിമല യുവതീ പ്രവേശന വിധി ചൂണ്ടിക്കാട്ടിയാണ് ഹർജികളിൽ വാദം കേൾക്കാനുള്ള സുപ്രീം കോടതിയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിൽ സ്വത്തുവിവരങ്ങൾ മറച്ചുവെച്ചതായി ആരോപണം. ഗാന്ധിനഗറിൽ സ്വന്തം ഭൂമിയുണ്ടെന്ന് 2007 സത്യവാങ്മൂലത്തിൽ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇക്കാര്യം മറച്ചുവെച്ച മോദി മറ്റൊരു ഭൂമിയുടെ വിവരങ്ങളാണ് നൽകിയത്. 2006 അരുൺ ജെയ്റ്റ്ലിയുടെ നാമനിർദ്ദേശ പത്രികയിലും മോദിയുടെ ഇതേ ഭൂമി ഇടം പിടിച്ചു. ഗുരുതര ആരോപണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നാമനിർദ്ദേശ പത്രികയോടൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ മോദി യഥാർത്ഥ സ്വത്തുവിവരങ്ങൾ മറച്ചുവെച്ചെന്നാണ് ആരോപണം. ഇത് സംബന്ധിച്ച ക്രമക്കേട് കാരവൻ മാസികയാണ് പുറത്തുവിട്ടത്. ഗുജറാത്തിലെ ഗാന്ധിനഗർ സെക്ടർ 1-ൽ പ്ലോട്ട് നമ്പർ 411 മോദിയുടെ സ്വന്തമാണെന്നാണ് 2007 സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയത്. 2014 പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലും ഇതിന്റെ ഉടമ മോദിയാണ്. എന്നാൽ 2012 2014 സത്യവാങ്മൂലത്തിൽ ഇക്കാര്യമില്ല. പകരമുള്ളതാകട്ടെ മറ്റൊരു ഭൂമിയുടെ വിവരങ്ങൾ. പ്ലോട്ട് നമ്പർ 401A-യുടെ 4 ഉടമസ്ഥരിൽ ഒരാളാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. 2006 അരുൺ ജെയ്റ്റ്ലിയുടെ സത്യവാങ്മൂലത്തിലും ഇതേ ഭൂമി ഇടം പിടിച്ചു എന്നതാണ് മറ്റൊരു അസ്വാഭാവികത. ഗാന്ധിനഗർ സെക്ടർ 1-ൽ പ്ലോട്ട് നമ്പർ 401-ന്റെ ഉടമയെന്നായിരുന്നു ജെയ്റ്റ്ലിയുടെയും വെളിപ്പെടുത്തൽ. രണ്ടുപേരും ഉടമസ്ഥാവകാശം പറയുമ്പോഴും മോദിയുടെയും ജെയ്റ്റ്ലിയുടെയും പേരിലുള്ളത് ഗുജറാത്ത് സർക്കാരിന്റെ ഭൂമിയാണ് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. 2000-ന് ശേഷം സർക്കാർ ജീവനക്കാർക്കോ മറ്റുള്ളവർക്കോ ഭൂമി നൽകിയിട്ടില്ലെന്ന് 2012 ഗുജറാത്ത് സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. മോദിയുടെ ഭൂവുടമസ്ഥത സംബന്ധിച്ച അസ്വാഭാവികതകൾ കോടതി നടപടികളിലേക്കും നീങ്ങിയിട്ടുണ്ട്. സർക്കാർ ഭൂമി മോദിയുടെ പേരിലായതിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി.